പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വ്യക്തമായൊരു പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിന് മുഖ്യമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വിജ്ഞാന പത്തനംതിട്ട പരിപാടിയാണ്. അതിനെക്കുറിച്ച് 2 വട്ടം നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തേത് റബ്ബർ, അതിൻ്റെ പുനരുദ്ധാരണം, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യും. മൂന്നാമത്തേത് ശബരിമല തീർത്ഥാടന പരിപാടി കേന്ദ്രമാക്കിക്കൊണ്ട് തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ, അതാണ് പ്രഥമമായ ലക്ഷ്യം. അതോടൊപ്പം ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര ബിന്ദുവാക്കി അതിനെ എങ്ങനെ മാറ്റാം, ഉപയോഗപ്പെടുത്താം, ഇത് സംബന്ധിച്ചുള്ള കുറിപ്പാണ് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിന് 250 കോടി രൂപയാണ് ബഡ്ജറ്റിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ ബഡ്ജറ്റിൽ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 100 കോടി രൂപയുടെ കിഫ്ബിയും 150 കോടി രൂപയുടെ സ്പെഷ്യൽ പ്ലാനും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനം ഏതാണ്ട് 10,000-12,000 കോടി രൂപ മുതൽ മുടക്ക് വരുന്ന 3 വമ്പൻ പശ്ചാത്തല സൗകര്യങ്ങളാണ്. അതിൽ നമ്മുടെ വിമാനത്താവളം വരും, ശബരി റെയിൽപാത വരും, അതുപോലെ തന്നെ സമാന്തര ദേശീയപാത MC റോഡിന് സമാന്തരമായിട്ട്. ഇത് 3 വലിയ വൻകിട പശ്ചാത്തല സൗകര്യ പ്രൊജക്റ്റുകളാണ്. അവ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് മുൻകൈ എടുക്കും എന്നുള്ളതാണ് വാഗ്ദാനം. അതിലെ ശബരിമലയുടെ ലാൻഡ് അക്വിസിഷൻ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു. പേയ്മെന്റ് നടത്താൻ കോടതി വിധിക്ക് അടിസ്ഥാനത്തിലായിരിക്കും. ശബരി റെയിൽപാതയിൽ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കണം എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതി ചെലവ് വഹിച്ചാലും അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം പത്തനംതിട്ട വികസനത്തിന് ഒരു റെയിൽപാത വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സമാന്തര ദേശീയപാതയുടെ കാര്യം അതും പ്രധാനപ്പെട്ടതാണ്. ഇവ രണ്ടും ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് കൊണ്ട് കിഫ്ബി സംബന്ധിച്ച് എന്ത് തർക്കം നടക്കട്ടെ, അതിന് അഡീഷണലായിട്ട് ഈ 3 പദ്ധതികൾക്ക് അഡീഷണലായിട്ട് വായ്പ എടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിനെ അനുവദിക്കണം. ഇപ്പം നമ്മുടെ ദേശീയപാത വികസനത്തിന് 6,000 കോടി കൊടുത്തത് കിഫ്ബിയാണ്. അതുപോലെ കിഫ്ബിക്ക് ഈ കാര്യത്തിലെങ്കിലും സ്വാതന്ത്ര്യം അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് ഫിനാൻസ് ചെയ്യുന്നതിന് തടസ്സമുണ്ടാവില്ല. ഈ വൻകിട പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രധാന പട്ടണങ്ങൾ റാന്നി, പത്തനംതിട്ട, എരുമേലി, പന്തളം, തിരുവല്ല, ഇവയുടെയൊക്കെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനം പന്തളം തന്നെയാണ്. ശബരിമലക്കുള്ള കവാടമാണ്. അപ്പോൾ അവിടുത്തെ തിരുവാഭരണ യാത്രാ പാത അത് ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിന്, പന്തളത്തെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ എരുമേലിയിൽ നമുക്ക് ഒരു റൗണ്ട് പാത പുതുതായിട്ടുണ്ടാക്കേണ്ടതുണ്ട്. അതിലെ പട്ടണം അങ്ങ് കൺജസ്റ്റഡാണ്. തീർത്ഥാടന സമയത്ത് യാത്രക്കാരനും നാട്ടുകാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമുക്കൊരു പുതിയ റൗണ്ട് റോഡ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ പന്തളത്തും എരുമേലിയിലും നിലയ്ക്കലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇപ്പം തന്നെ ഉണ്ട്, അടിയന്തരമായിട്ട് നടപ്പാക്കും. ഈ പശ്ചാത്തല സൗകര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട ഇനം. രണ്ടാമത്തത് പമ്പ ആക്ഷൻ പ്ലാനാണ്.
പമ്പയുടെ പുനരുദ്ധാരണത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് പമ്പ ആക്ഷൻ പ്ലാൻ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഒന്ന്, പമ്പ നദീതടം എന്ന് പറയുന്നത് അച്ചൻകുലോബിലാറിൻ്റെയും അതുപോലെ മണിമലയാറിൻ്റെയും നദീതടത്തിനിടയ്ക്കാണ്. മറ്റു രണ്ടുമാണ് അതിരുകൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സംയോജിത പരിപാടിയാണ്.